ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വട്ടാമ്പൊയിൽ സിറ്റി കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ ജീവനക്കാരുടെ പ്രശ്നങ്ങൾക്ക് ഉടൻ പരിഹാരം കാണണമെന്ന് അന്വേഷി പ്രസിഡന്റ് കെ അജിത. വിഷുവിനെ വരവേൽക്കാനൊരുങ്ങി കണിക്കൊന്നയും കണിവെള്ളരിയും പടക്കങ്ങളും. കശ്യപ വേദ റിസർച്ച് ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ ഒരുക്കുന്ന അതിരാത്രത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാകുന്നതായി സംഘാടകർ. ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് പണം കണ്ടെത്താനായി സുവർണയുടെ പ്രദർശന വിൽപ്പന മേള കോഴിക്കോട്. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. വട്ടാമ്പൊയിൽ സിറ്റി കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ ജീവനക്കാരുടെ പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കണമെന്ന് അന്വേഷി പ്രസിഡന്റ് കെ അജിത. ജീവനക്കാരുടെ ന്യായമായ ആവശ്യങ്ങൾ നേടുന്നതിനായി സമരം ആരംഭിക്കുമെന്നും അവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. എന്തെങ്കിലും ചെയ്തിട്ടാണെങ്കിൽ ഇത് അടയ്ക്കണം എന്ന് പറയുമ്പോൾ ഞങ്ങൾ അടയ്ക്കും, നിങ്ങളത് അടയ്ക്കേണ്ടെന്ന് പറയാം. ഈ അടയ്ക്കും പറയും നോട്ടീസും രജിസ്റ്റേർഡ് കത്തുകളൊക്കെ ഞങ്ങളുടെ മുന്നിലേക്ക് ഇങ്ങനെ പിരിയാണ് ചെയ്യുന്നത്. അപ്പൊ ഞങ്ങൾക്ക് ഇതിൽ നിന്നൊന്നും ചെയ്യാനില്ല. 2019 ഹോസ്പിറ്റൽ പ്രവർത്തിച്ചിരുന്ന കെട്ടിടം ഒഴിഞ്ഞു കൊടുക്കേണ്ടി വരികയും അരീക്കാടിൽ കെട്ടിടം കണ്ടെത്തുകയും ഉപകരണങ്ങൾ മാറ്റുകയും ചെയ്തു. ജോലി നിലനിർത്താനും ആശുപത്രി പ്രവർത്തിക്കാനുമായി ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഉത്തരവാദിത്തം വഹിക്കുമെന്ന് ഉറപ്പു നൽകി ജീവനക്കാരെ കൊണ്ട് പേഴ്സണൽ ലോൺ എടുത്തുകൊടുക്കാൻ ഡയറക്ടർ ബോർഡ് നിർബന്ധിച്ചെന്ന് ജീവനക്കാർ പറഞ്ഞു. ലോൺ എടുക്കാൻ പേപ്പർ ഒപ്പിട്ട് നൽകിയ ജീവനക്കാരെ ഡയറക്ടർ ബോർഡ് വഞ്ചിച്ചു. ഇപ്പോൾ ബാങ്കിൽ നിന്നും നിയമ നടപടി നേരിടുകയാണ് ജീവനക്കാർ. വട്ടാമ്പൊയിൽ ബിൽഡിംഗിൽ നിന്ന് ഒഴിയണേന്റെ ഒരു മാസം മുമ്പ് അവരൊരു സ്റ്റാഫ് മീറ്റിംഗ് വിളിച്ചിട്ടാണ് ലോൺ ആവശ്യപ്പെട്ട് പേപ്പറിൽ ഒപ്പിടിച്ചത്. ജോലി വേണമെങ്കിൽ നിങ്ങൾ ഈ പേപ്പറിൽ ഒപ്പിടണം, ലോൺ എടുത്താലേ അവിടെ ഫയറും കാര്യങ്ങളും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഫയറും കാര്യങ്ങളും ചെയ്തപ്പോൾ പിറ്റത്തെ മാസം തന്നെ ഓപ്പണിംഗ് ആണ്. അപ്പം ലോണ് കറക്റ്റായിട്ട് അടച്ചു പോകും. അങ്ങനെ പറഞ്ഞിട്ടാണ് ലോണിൽ ഞങ്ങൾ ഒപ്പിട്ട് പോയത്. ഈ ലോണ് ഇപ്പം 6 വർഷം കഴിഞ്ഞു, 7ാമത്തെ വർഷമാണ്. പക്ഷെ ലോൺ അടയ്ക്കാതെ ബാങ്കുകാർ വീട്ടിലേക്ക് തെരഞ്ഞു വരാൻ തുടങ്ങി. ഡയറക്ടർ ബോർഡ് പറഞ്ഞ വാക്കുപാലിച്ചില്ലെന്നും പ്രശ്നം പരിഹരിക്കാൻ തയ്യാറായില്ലെന്നും അന്വേഷി പ്രസിഡന്റ് കെ അജിത വിശദീകരിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് സമരം ആരംഭിക്കുമെന്നും ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ ജീവനക്കാർ സമരം തുടരുമെന്നും കെ അജിത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് CK സീനത്ത്, ഷീന P, ഗീത PK, ബാസുല MC എന്നിവരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വിഷുവിനെ വരവേൽക്കാൻ നാടെങ്ങും പൂത്തുലഞ്ഞ് കണിക്കൊന്നകൾ. പൊള്ളുന്ന വേനലിലും നാട്ടിൻപുറങ്ങളിലും നഗരത്തിലെ പാതയോരത്തും കൺകുളിർക്കെ ദൃശ്യവിരുന്നൊരുക്കി കണിക്കൊന്നകൾ പൂത്തു നിൽക്കുന്നു. വിഷുവിന്റെ വരവറിയിച്ച് ആഴ്ചകൾക്ക് മുന്നേ തന്നെ ഇത്തവണ കൊന്ന സ്വർണ്ണവർണ്ണ മണിഞ്ഞിരുന്നു. പരിസ്ഥിതി ദിനങ്ങളിൽ വനം വകുപ്പ് വിദ്യാർത്ഥികൾക്ക് വിതരണത്തിന് തയ്യാറാക്കുന്ന വൃക്ഷത്തൈകളിൽ കൊന്നയും ഉൾപ്പെടുത്തിയിരുന്നു. ഇതേ തുടർന്ന് പ്രധാന പാതയോരങ്ങളിലും വീട്ടുവളപ്പുകളിലും സ്കൂൾ വിദ്യാർത്ഥികൾ മുൻകൈയെടുത്ത് കൊന്നകൾ നട്ടുപിടിപ്പിച്ചു. കുട്ടികൾക്കുൾപ്പെടെ വേഗത്തിൽ ശേഖരിക്കാൻ കഴിയാവുന്ന ഉയരത്തിലാണ് ഓരോ കൊന്നയും പൂത്തു നിൽക്കുന്നത്. വർഷത്തിലൊരിക്കൽ മാത്രം പൂക്കുന്ന ഉഷ്ണമേഖലാ വൃക്ഷമാണ് കണിക്കൊന്ന. എന്നാൽ കാലാവസ്ഥയിലെ മാറ്റങ്ങളും മണ്ണിലെ ഈർപ്പത്തിലെ വ്യതിയാനവുമാണ് കൊന്നകൾ നേരത്തെ പൂവിടാൻ കാരണമെന്നാണ് കരുതുന്നത്. പുഷ്പിക്കൽ ഹോർമോൺ ഫ്ലോറിജൻ സജീവമാകുമ്പോഴാണ് കൊന്നയിൽ പൂക്കൾ നിറയുക. മണ്ണിൽ വെള്ളത്തിന്റെ അംശവും വായുവിൽ ഈർപ്പവും തീർത്തും കുറയുമ്പോഴാണ് ഇത് ഉൽപ്പാദിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് വേനൽക്കാലത്ത് കൊന്ന പൂക്കുന്നത്. അന്തരീക്ഷത്തിലെ താപനില ഉയർന്നു നിൽക്കുകയാണെങ്കിൽ ജനുവരി മുതൽ കൊന്ന പൂത്തു തുടങ്ങും. വേനലിൽ പൂക്കുന്ന വൃക്ഷമാണെങ്കിലും
കാലവർഷം നേരത്തെ പെയ്തൊഴിഞ്ഞാൽ ഓണക്കാലത്തും പൂവുണ്ടാകുമെന്ന് സസ്യശാസ്ത്രകാരന്മാർ പറയുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വിഷുവിന് കണിയൊരുക്കാൻ കണിവെള്ളരി ഒരുങ്ങി. സ്വർണ്ണവർണ്ണമുള്ള കണിവെള്ളരി വിഷുക്കണിയിലെ പ്രധാന ഇനമാണ്. കോഴിക്കോട് നഗരത്തിലേക്കും വിവിധ സമീപ പ്രദേശങ്ങളിലേക്കും കണിവെള്ളരികൾ എത്തുന്നത് മാവൂരിലെ പാടങ്ങളിൽ നിന്നാണ്. മലബാറിൽ ഏറ്റവും കൂടുതൽ കണിവെള്ളരി കൃഷി ചെയ്യുന്നത് മാവൂർ, പെരുവയൽ, ചാത്തമംഗലം പഞ്ചായത്തുകളിലാണ്. ഐശ്വര്യത്തിനും സമ്പൽ സമൃദ്ധിക്കും വേണ്ടി മേടപ്പുലരിയിൽ മലയാളിക്ക് കണി കണ്ടുണരാൻ വിളഞ്ഞു പാകമായി പൊന്നിൻ നിറമണിഞ്ഞ വെള്ളരികൾ മൊത്തവ്യാപാരികൾ കൃഷിയിടങ്ങളിലെത്തി ശേഖരിച്ചു തുടങ്ങി. മാവൂർ പാടം, ചെറുകുളത്തൂർ, പെരുവയൽ, മഞ്ഞൊടി, പൈങ്ങോട്ടുപുറം, കുറ്റിക്കാട്ടൂർ എന്നിവിടങ്ങളിലായി ഹെക്ടർ കണക്കിന് വയലുകളിലാണ് വെള്ളരികൾ വിളവെടുപ്പ് തുടങ്ങിയത്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലേക്കും വിദേശ രാജ്യങ്ങളിലേക്കും ഇവ അയക്കുന്നുണ്ട്. കനത്ത ചൂടും വേനൽ മഴയും ഇക്കുറി കൃഷിയെ സാരമായി ബാധിച്ചു. കനത്ത ചൂട് താങ്ങാൻ കഴിയാതെ പലയിടത്തും വെള്ളരി പൊട്ടിക്കേറി. നിലച്ചിരിക്കാതെ എത്തിയ വേനൽ മഴയിൽ കൃഷിയിടങ്ങളിൽ വെള്ളം കെട്ടിക്കിടന്ന് വെള്ളരി ചീഞ്ഞു നശിച്ചിട്ടുമുണ്ട്. ഓരോ തവണത്തെ കൃഷിയിൽ നിന്നും അടുത്ത വർഷത്തെ കൃഷിക്കുള്ള വിത്തുകളും കർഷകർ ശേഖരിക്കും. മാവൂർ പാടത്ത് 2 ഏക്കർ വയലിൽ AN മരക്കാർ ബാവ കൃഷി ചെയ്ത കണിവെള്ളരിയാണ് കഴിഞ്ഞ ദിവസം വിളവെടുത്തത്. ന്യൂസ് ബ്യൂറോ, മാവൂർ. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. We will treat you well. Astor Men's Hospital, Calicut. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above ₹2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ഗാദി വിഷുമേള മിഠായി തെരുവ് ഗാദിഗ്രാം എംപോറിയത്തിൽ ഡാക്ക മസ്ലിൻ തുണിത്തരങ്ങൾ, സിൽക്ക് സാരികൾ, ചുരിദാർ, ബെഡ്ഷീറ്റ്, കോട്ടൺ സാരികൾ, ധോത്തികൾ, ഉന്നനിറച്ച കിടക്കകൾ തുടങ്ങി വൈവിധ്യമാർന്ന ധാരാളം ഉൽപ്പന്നങ്ങൾ മേളയിലുണ്ട്. കരകൗശല വസ്തുക്കൾ, ലെതർ ഉൽപ്പന്നങ്ങൾ, 1000-ൽ പരം ഗ്രാമ വ്യവസായ ഉൽപ്പന്നങ്ങൾ, മൺപാത്രങ്ങൾ, അലങ്കാരച്ചെടികൾ, പച്ചക്കറി വിത്തുകൾ, ആയുർവേദ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, സ്റ്റാർച്ചുകൾ തുടങ്ങിയവയും മേളയിലൂടെ ലഭിക്കും. ഖാദി തുണിത്തരങ്ങൾക്ക് 30% റിബേറ്റ് ഉണ്ടായിരിക്കുന്നതാണ്. സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് പലിശരഹിത തവണ വ്യവസ്ഥയിൽ ക്രെഡിറ്റ് സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. മേളയ്ക്ക് ഏപ്രിൽ 14-ന് സമാപനമാവും. ഗാദിഗ്രാം എംപോറിയം, മിഠായി തെരുവ്, കോഴിക്കോട്. We will treat you well. Astor Men's Hospital, Calicut. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ശനൈശ്വര നവഗ്രഹ ക്ഷേത്രമായ കോഴിക്കോട് തളി ശ്രീ മഹാഗണപതി ശ്രീ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ തളി മഹാകുംഭാഭിഷേക മഹായജ്ഞത്തിന്റെ ഭാഗമായി നടന്നുവരുന്ന ഭജനോത്സവത്തിൽ ഭക്തിസാന്ദ്രമായിരുന്നു വള്ളിക്കല്യാണം. ആഞ്ജനേയ ഉത്സവത്തോടെയാണ് ഭജനോത്സവത്തിന് സമാപനമായത്. രാവിലെ ഉഞ്ചവൃത്തി ഭജനയോടെയാണ് ഉത്സവം ആരംഭിച്ചത്. വള്ളിക്കല്യാണ ഉത്സവത്തിൽ മുത്തുകുത്തൽ, മുത്തുകൊഴിക്കൽ, ഹാരതി, മുസല നൃത്തം, തൈലസേചനം, പവനിമാല അണിയിക്കൽ, കണ്ണൂഞ്ചൽ, ചൂർണിക, പ്രവരം, കന്യാദാനം, മംഗളാഷ്ടകം, മംഗല്യധാരണം, സീതാരാമ കല്യാണം എന്നിവ നടന്നു. ബ്രഹ്മശ്രീ ഈറോഡ് മധുസൂദനൻ ഭാഗവതരും പാർട്ടിയും അവതരിപ്പിച്ച വള്ളിക്കല്യാണം ഭജന വീക്ഷിക്കാൻ നിരവധി ഭക്തജനങ്ങൾ ക്ഷേത്രത്തിലെത്തി. തുടർന്ന് പ്രസാദ ഊട്ടും നടന്നു.
ഇടപ്പള്ളി ഗായത്രി ഭജനമണ്ഡലിയുടെ നേതൃത്വത്തിൽ വസന്തോത്സവവും ആഞ്ജനേയ ഉത്സവവും നടന്നു. ഉത്സവത്തിന്റെ ഭാഗമായി തളിശ്രീ മഹാഗണപതി ശ്രീ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ മാതൃസമിതിയുടെ ലളിത സഹസ്രനാമ പാരായണം, ആർ ഐശ്വര്യ, ആർ സൗമ്യ എന്നിവരുടെ സംഗീത സന്ധ്യ എന്നിവയും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പി കെ പാറക്കടവിന്റെ വേരുകളുടെ ചോര എന്ന കഥാസമാഹാരത്തെക്കുറിച്ച് ചർച്ച സംഘടിപ്പിച്ചു. ബേപ്പൂർ പ്രസ് ഫോറം പ്രസിഡന്റ് ഡോക്ടർ NP പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. ബേപ്പൂർ പബ്ലിക് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ മലയാളത്തിലെ പ്രശസ്ത കഥാകൃത്തും നോവലിസ്റ്റുമായ പി കെ പാറക്കടവിന്റെ ശ്രദ്ധേയമായ കൃതിയായ വേരുകളുടെ ചോര എന്ന കഥാസമാഹാരത്തെക്കുറിച്ച് ചർച്ച സംഘടിപ്പിച്ചു. എഴുത്തുകാരുടെ സാന്നിധ്യത്തിൽ തന്നെ നടക്കുന്ന ഒരു അപൂർവ സാഹിത്യ സദസ്സാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. എന്റെ കഥയിൽ ഞാൻ രാസവളം ചേർക്കാറില്ല എന്നും അതുകൊണ്ടാണ് എന്റെ കഥകൾ ചെറുതാവുന്നതെന്നും ആമുഖമായി പറഞ്ഞുകൊണ്ടാണ് പി കെ പാറക്കടവ് സംസാരം തുടങ്ങിയത്. കഥയും കഥാപാത്രങ്ങളും എഴുത്തുകാരനും വായനക്കാരനുമായി നേരിട്ട് സംവദിക്കുന്ന ചടങ്ങിൽ എത്തിച്ചേരാൻ സാധിച്ചതിൽ അതിയായ സന്തോഷം നൽകുന്നതായി അദ്ദേഹം സൂചിപ്പിച്ചു. നമ്മുടെ ചിന്തകളും വിശ്വാസങ്ങളും ഒക്കെ മാറ്റിവെച്ചാൽ നാം മനുഷ്യരെല്ലാം ഒന്നാണെന്ന് പറയുന്ന തത്വചിന്തയാണ് ഞാൻ കഥകളിലൂടെ പറയാൻ ശ്രമിച്ചതെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. വായനക്കാരില്ലെങ്കിൽ എഴുത്തുകാരില്ല, എഴുത്തുകാരനില്ല, എഴുത്തുകാരിയില്ല. നല്ല വായനക്കാർ എപ്പോഴും എഴുത്തുകാരേക്കാൾ മേലെ നിൽക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുപോലെ തന്നെ എഴുത്തുകാരൻ ഒരൊറ്റപ്പെട്ട ദ്വീപല്ലെന്നും ഗോപുരവാസിയല്ലെന്നും മണ്ണിൽ വേരുള്ള ഒരു സമൂഹത്തോട് പ്രതിബദ്ധതയുള്ള ഒരാൾ തന്നെയാണ് എഴുത്തുകാരൻ. അങ്ങനെ ആകണം എന്ന് വിശ്വസിക്കുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. ബേപ്പൂർ പ്രസ് ഫോറം പ്രസിഡന്റ് ഡോക്ടർ NP പത്മനാഭൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ലൈബ്രറി പ്രസിഡന്റ് M രാജഗോപാൽ അധ്യക്ഷത വഹിച്ചു. സാഹിത്യകാരൻ M ഗോകുൽദാസ് വേരുകളുടെ ചോര എന്ന പുസ്തകത്തെക്കുറിച്ച് അവതരണം നടത്തി. സാഹിത്യകാരൻ M മിഹറാജ്, കോഴിക്കോട് ലൈബ്രറി കൗൺസിൽ അംഗം M പത്മകുമാർ, V ഹരിദാസ് നമ്പ്യാർ എന്നിവർ സംസാരിച്ചു. ലൈബ്രറി സെക്രട്ടറി PN പ്രേമരാജ് സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി MG ശശികുമാർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. കശ്യപ വേദ റിസർച്ച് ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ നടക്കാൻ പോകുന്ന അതിരാത്രത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ. ഏപ്രിൽ 17 മുതൽ 26 വരെ കക്കോടി ഒറ്റത്തെങ്ങിലുള്ള വേദ മഹാമന്ദിരത്തിലാണ് അതിരാത്രം നടക്കുന്നത്. സാമൂതിരിയുടെ തട്ടകം മറ്റൊരു മഹായാഗത്തിന് തയ്യാറെടുക്കുന്നു. ഇതം പ്രഥമമായി അതിരാത്ര യജ്ഞത്തിന് കോഴിക്കോട് വേദിയാകുകയാണ്. 2026 ഏപ്രിൽ 17 മുതൽ 26 വരെയാണ് അതിരാത്രം. കാശ്യപ വേദ റിസർച്ച് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിലാണ് ഏറെ പ്രത്യേകതകളുള്ളതും അപൂർവവുമായ ഈ യാഗം നടത്തപ്പെടുന്നത്. ഫൗണ്ടേഷന്റെ ആസ്ഥാന മന്ദിരമായ കക്കോടി ഒറ്റത്തിങ്ങിലെ വേദ മഹാമന്ദിരമാണ് അതിരാത്ര വേദി. കാശ്യപ വേദ ഫൗണ്ടേഷൻ കുലപതി ആചാര്യശ്രീ രാജേഷിന്റെ നേതൃത്വത്തിൽ കർണാടക മത്തൂർ ഗ്രാമത്തിൽ നിന്നുള്ള 50 വൈദികരാണ് 10 ദിനവും അതിരാത്ര ക്രിയകൾ നിർവഹിക്കുന്നത്. അതിരാത്രം എന്ന് പറയുന്നത് വിശ്വശാന്തി, അതേപോലെ പ്രകൃതിയുടെ താളം നേരെയാക്കൽ, അല്ലെങ്കിൽ പ്രകൃതിയുടെ താളത്തിനെ കൂടുതൽ ഉൾക്കൊള്ളൽ, അതോടൊപ്പം വൈയക്തികവും സാമാജികവുമായ ഒട്ടേറെ പ്രതിസന്ധികൾക്ക്, മാനസികമായ പ്രയാസങ്ങൾക്ക് പരിഹാരം കാണുക തുടങ്ങിയ നിരവധി ഫലങ്ങൾ അല്ലെങ്കിൽ നിരവധി ലക്ഷ്യത്തോടു കൂടിയാണ് ഇത് ചെയ്യുന്നത്. ഈ യാഗം ചെയ്യുന്നതിന് സമയത്ത് നമ്മൾ പ്രധാനമായി ചെയ്യുന്നത്, ഇത് 1000 ആണ്ട് പഴക്കമുള്ള ഒരു യാഗമാണ്. അപ്പോൾ കേരളത്തിൽ വളരെ അപൂർവമായിട്ടാണ് ഈ അതിരാത്രങ്ങൾ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ അതിരാത്രത്തിനെ ഡോക്യുമെന്റ് ചെയ്യാനും അത് സൂക്ഷിക്കാനുള്ള വ്യവസ്ഥ നമ്മൾ ചെയ്തിട്ടുണ്ട്. കൂടാതെ അതിരാത്രം പ്രാചീനമായ ഗണിത ശാസ്ത്രത്തിൻ്റെയും അതുപോലെ ജ്യോതിശാസ്ത്രത്തിൻ്റെയും ഒക്കെ ഒരുപാട് കാര്യങ്ങളെ നമ്മളോട് പറയുന്നുണ്ട്. അത്തരം വിഷയങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി ഈ യാഗത്തിൽ വിവിധങ്ങളായ പ്രയോഗങ്ങൾ നടത്തുന്നുണ്ട്. 1005 ഇഷ്ടികകൾ 5 പാളികളിലായി പ്രത്യേക രീതിയിൽ അടുക്കിയാണ് യാഗപീഠം നിർമ്മിക്കുക. ഇതിനുള്ള പ്രത്യേക ഇഷ്ടികകൾ മത്തൂർ ഗ്രാമത്തിൽ നിന്നും ഇവിടെ എത്തിച്ചു കഴിഞ്ഞു. ചിറക് വിരിച്ച പരുന്തിന്റെ രൂപമാണിത്. ശ്യോനചിതി എന്നാണ് ഇതിനറിയപ്പെടുക.
പ്രത്യേകം നിശ്ചയിച്ച സ്ഥലത്താണ് യാഗം നടത്തുക. യാഗശാല പൂർണ്ണമായും ഓലയും മുളയും ഉപയോഗിച്ചാണ് പണിതത്. ഇവിടേക്ക് ആവശ്യമായ മുള മുഴുവനും കാശിപാശ്രമത്തിൽ നിന്നും മുറിച്ചെടുത്തതാണ്. യാഗത്തോടനുബന്ധിച്ച് എല്ലാ ദിവസവും സാംസ്കാരിക സദസ്സും വിവിധ രംഗങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തികളെ ആദരിക്കുന്ന ചടങ്ങും നടക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. We will treat you well. Astor Men's Hospital, Calicut. ഗാദി വിഷുമേള മിഠായി തെരുവ് ഗാദിഗ്രാം എംപോറിയത്തിൽ ഡാക്ക മസ്ലിൻ തുണിത്തരങ്ങൾ, സിൽക്ക് സാരികൾ, ചുരിദാർ, ബെഡ്ഷീറ്റ്, കോട്ടൺ സാരികൾ, ധോത്തികൾ, ഉന്നനിറച്ച കിടക്കകൾ തുടങ്ങി വൈവിധ്യമാർന്ന ധാരാളം ഉൽപ്പന്നങ്ങൾ മേളയിലുണ്ട്. കരകൗശല വസ്തുക്കൾ, ലെതർ ഉൽപ്പന്നങ്ങൾ, 1000-ൽ പരം ഗ്രാമ വ്യവസായ ഉൽപ്പന്നങ്ങൾ, മൺപാത്രങ്ങൾ, അലങ്കാര ചെടികൾ, പച്ചക്കറി വിത്തുകൾ, ആയുർവേദ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, സ്റ്റാർച്ചുകൾ തുടങ്ങിയവയും മേളയിലൂടെ ലഭിക്കും. ഖാദി തുണിത്തരങ്ങൾക്ക് 30% റിബേറ്റ് ഉണ്ടായിരിക്കുന്നതാണ്. സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് പലിശരഹിത തവണ വ്യവസ്ഥയിൽ ക്രെഡിറ്റ് സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. മേളയ്ക്ക് ഏപ്രിൽ 14-ന് സമാപനമാവും. ഗാദിഗ്രാം എംപോറിയം, മിഠായി തെരുവ്, കോഴിക്കോട്. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above ₹2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ഓൾ ഇന്ത്യ വിമൻസ് കോൺഫറൻസ് ശാഖയായ സുവർണ പ്രദർശന വിൽപ്പന മേള സംഘടിപ്പിച്ചു. മുതിർന്ന രക്ഷാധികാരി ശാന്ത ആർ നായർ ഉദ്ഘാടനം നിർവഹിച്ചു. വിമൻസ് കോൺഫറൻസിന്റെ ശാഖയായ സുവർണ സ്വയം സംരംഭകരായ വനിതാ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കാനായി പ്രദർശന വിൽപ്പന മേള നടത്തി. സൗജന്യ നേത്ര പരിശോധനയും നടത്തി. സ്റ്റാളുകളിൽ നിന്ന് ലഭിക്കുന്ന വിഹിതം സ്ത്രീകളുടെയും കുട്ടികളുടെയും ഉന്നമനത്തിനായുള്ള പദ്ധതികൾക്കും പരിപാടികൾക്കുമായി വിനിയോഗിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. സ്ത്രീകൾ എന്റർപ്രനേഴ്സിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അവരെ പ്രോത്സാഹിപ്പിക്കാനും പിന്നെ ഇതിൽ നിന്ന് കിട്ടുന്ന നമ്മളുടെ പ്രോഫിറ്റ് സ്റ്റോൾ റെൻ്റൊക്കെ അതിൽ നിന്നൊക്കെ കിട്ടുന്ന വിഹിതം വെച്ചിട്ടാണ് ഞങ്ങൾ ഒരു വർഷത്തെ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അതിപ്പോൾ ഞങ്ങൾ ഇപ്രാവശ്യം അതിൽ 7 സ്റ്റാളുകൾ ഞങ്ങൾ ഫ്രീ ആയിട്ട് സ്പോൺസർ ചെയ്ത് ഇങ്ങനെ ഭിന്നശേഷിക്കാരായിട്ടുള്ള ആൾക്കാർ, പിന്നെ സ്ത്രീകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സോഷ്യൽ ഓർഗനൈസേഷൻസ്, അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അത് സ്പോൺസറായിട്ട് ചെയ്തു കൊടുക്കുന്നത്. മുതിർന്ന രക്ഷാധികാരി ശാന്ത ആർ നായർ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ഭുവനേശ്വരി രവീന്ദ്രൻ, സെക്രട്ടറി ഡോക്ടർ VT പത്മജ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ആകാശത്ത് 30 വർണ്ണവിസ്മയങ്ങൾ ഒരുക്കുന്ന അയ്യൻസ് അഴിഞ്ഞാട്ടം തുടങ്ങിയാലോ ആണ് ഇത്തവണത്തെ പടക്കതാരം. പാട്ടുപാടി മുട്ടയിടുന്ന യമുയങ്, മനം കവരുന്ന ബണ്ണി, ജോളി എലഫന്റ്, നാനോ ഫൗണ്ടെയിൻ എന്നിവയ്ക്കും നിറയെ ആരാധകരുണ്ട്. വാനിലുയർന്ന് തുടർച്ചയായി ബഹുവർണ്ണങ്ങളിൽ ഷോട്ടുകൾ ഉതിർക്കുന്ന അഴിഞ്ഞാട്ടം തുടങ്ങിയാലോയാണ് ഇത്തവണത്തെ അയ്യൻസ് ഇറക്കിയ സൂപ്പർ ഹിറ്റ് പടക്കമെന്ന്
കോഴിക്കോട് പുതിയങ്ങാടി കോയ റോഡിലെ ഐഎൻസ് വേൾഡ് മാനേജിംഗ് പാർട്ട്ണർമാരായ ശങ്കർ ഉദയനും അമിത് ശങ്കറും പറഞ്ഞു. കാതടപ്പിക്കുന്ന ശബ്ദത്തിൽ പൊട്ടിത്തെറിക്കുന്ന പടക്കങ്ങളെക്കാൾ ഉയർന്നു പൊങ്ങി ആകാശത്ത് വർണ്ണങ്ങൾ നിറയ്ക്കുന്ന ഇനങ്ങളോടാണ് ഇത്തവണ ആവശ്യക്കാർ ഏറെയുള്ളതെന്ന് ഇവർ പറയുന്നു. അഴിഞ്ഞാട്ടം ഷോട്ട് എന്ന് പറയുന്ന ഒരു 30 ഷോട്ടാണ് ഈ വർഷം ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ചു വരുന്ന ഐറ്റം. ഒരു ഫാൻസി 30 ഷോട്ടാണ്, വീടുകളിലൊക്കെ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന മൾട്ടി കളർ ക്രാക്ലിംഗ് ഒക്കെ ഉള്ള ഒരു ഫാൻസി ഐറ്റമാണ്. അതുപോലെ ഐഎൻ ബണ്ണി, നാനോ ഫൗണ്ടൻ എന്നൊക്കെ പറഞ്ഞാൽ ഐഎൻ തന്നെ ഇറക്കിയ ഒരുപാട് ഫാൻസി വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. ബ്രാഞ്ചുകളുണ്ട് നമ്മൾ, പക്ഷേ മെയിൻ ഔട്ട്ലെറ്റ് എപ്പോഴും പുതിയങ്ങാടിയാണ്. പുതിയങ്ങാടി ആയിരിക്കും ഹോൾസെയിൽ വിലയിൽ കിട്ടുക. ബ്രാഞ്ചസ് നമ്മളത് ഒരുപാട് സ്ഥലങ്ങൾ, കാരപ്പറമ്പ്, വെസ്റ്റിൽ, മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. പക്ഷേ പുതിയങ്ങാടിയാണ് നമ്മളുടെ ആസ്ഥാനം. അപ്പോൾ അവിടെ എപ്പോഴും ഹോൾസെയിൽ വിലയിൽ കിട്ടുക പുതിയങ്ങാടി തന്നെയാണ്. യമൂയങ്ങിന് 300 രൂപയാണ് വില. മുയലിന്റെ ആകൃതിയിലുള്ള ബണ്ണി 3 പ്രാവശ്യം കത്തിപ്പായും. ഇത്തരത്തിൽ ആനയുടെ രൂപത്തിൽ ഓടിക്കത്തുന്ന വൈവിധ്യ പടക്കമാണ് ജോളി എലഫന്റ്. സ്കൈ ഷോട്ടുകളാണ് ഇത്തവണ വിപണിയിൽ എല്ലാവർക്കും വേണ്ടത്. 12 മുതൽ 500 വരെ സ്കൈ ഷോട്ടുകൾ വിപണിയിൽ ലഭ്യമാണ്. ഒരു തവണ തീ കൊടുത്താൽ ഇടവേളകളില്ലാതെ ആകാശത്ത് വിസ്മയങ്ങൾ തീർത്തുകൊണ്ടിരിക്കും സ്കൈ ഷോട്ടുകൾ. കഴിഞ്ഞ വർഷം ചുവപ്പ് കളറിന് പ്രാധാന്യം നൽകി ആകാശത്ത് വർണ്ണവിസ്മയമാകുന്ന മാർക്കോയായിരുന്നു താരം. ഇത്തവണ പല നിറത്തിലും ശബ്ദത്തിലും ലഭിക്കുന്ന നിരവധി പടക്കങ്ങളുണ്ട്. ഇതിനു പുറമെ കുട്ടികളെ കാത്തിരിക്കുന്ന നിരവധി ഫാൻസി വിസ്മയങ്ങളും വിപണിയിലുണ്ട്. 30 രൂപ മുതൽ 5000 രൂപ വരെ വിലയുള്ള മാലപ്പടക്കം വിപണിയിലുണ്ടെന്ന് വ്യാപാരികൾ പറയുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വട്ടാമ്പൊയിൽ സിറ്റി കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ ജീവനക്കാരുടെ പ്രശ്നങ്ങൾക്ക് ഉടൻ പരിഹാരം കാണണമെന്ന് അന്വേഷി പ്രസിഡന്റ് കെ അജിത. വിഷുവിനെ വരവേൽക്കാനൊരുങ്ങി കണിക്കൊന്നയും കണിവെള്ളരിയും പടക്കങ്ങളും. കശ്യപ വേദ റിസർച്ച് ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ ഒരുക്കുന്ന അതിരാത്രത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാകുന്നതായി സംഘാടകർ. ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് പണം കണ്ടെത്താനായി സുവർണയുടെ പ്രദർശന വിൽപ്പന മേള കോഴിക്കോട്ട്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.